ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ മുത്തശ്ശി വീട്ടിൽ വന്ന് കമലയോട് സംസാരിക്കുമ്പോൾ കമല പറയും, ഞാനിപ്പോൾ അവളോട് മുഖം കറുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാണമ്മേ. അതിൽ മുത്തശ്ശി കമലയെ ചേർത്ത് കെട്ടിപ്പിടിക്കണേ. എന്നിട്ട് പറയും, എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഇറങ്ങാൻ സമയമായി. സുധാകര, ഞാൻ പോട്ടെ, ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട്, വൈകുന്നേരത്തെ ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ മാഷ് പറയും, അമ്മ ഇതൂടെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് താക്കോൽ എടുക്കണേ. എന്തിനാ സുധാകര, ആ വീട് നിന്റെയും കൂടെ അല്ലേ? ഇത് ഗംഗാധരനും മക്കൾക്കും ഉള്ളതാണ്, എനിക്കുള്ളതല്ല. ഇത് പറയുന്ന കേൾക്കുമ്പോ അവിടെ നന്ദിനിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല. ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഒരു ഞെട്ടലൊന്നുമില്ല. മാഷ് ഇങ്ങനെ പെരുമാറുള്ളൂ എന്ന് അവർക്കറിയാലോ. പിന്നെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ എന്റെ 3 മക്കളുടെ ജീവിതം അത് അവരുടേത് മാത്രമാണ്. അവർക്ക് അവരുടെ ഭാര്യമാരുമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം. എന്റെ അച്ഛനുണ്ടാക്കിയ തറവാട് സ്വപ്നം കണ്ട് അവർ ജീവിക്കേണ്ട അമ്മേ. വേണമെങ്കിൽ അവരവരുടെ വഴി കണ്ടെത്തിയാൽ മതി. അച്ഛമ്മ, സുധാകര എന്നിങ്ങനെ വിളിച്ചതിന് ശേഷം കമലയോട് പറയും, കമലേ നീയെങ്കിലും ഇവനോട് പറ. അപ്പൊ കമല പറയും, ഇത്രയും കാലം ഞാൻ ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഈ പ്രായത്തിൽ ഇനി മാറാൻ വയ്യമ്മേ. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ന് പറയുമ്പോ മുത്തശ്ശി, അച്ഛമ്മ ആ താക്കോല് വാങ്ങിക്കുക. എന്നിട്ട് പറയും, സുധാകര നിനക്ക് ആ വീടും സ്ഥലവും വേണ്ടെന്ന് വെക്കാം, പക്ഷേ അത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വരട്ടെ മോനെ, പോയിട്ട് വരാം മക്കളെ എന്നൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും ജോസഫും രാജേട്ടനൊക്കെ ആ ശ്രീകാര്യ ശ്രീനിവാസനെ കാണാൻ ചെന്നിരിക്കുകയാണ്. അങ്ങേര് പറയും, അയാൾ എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്, നിന്റെ വീട്ടിൽ കളിച്ചാ നമ്മൾ വെറുതെ ഇരിക്കണം. അപ്പോഴേക്ക് സുധ വന്നിട്ട് പറയും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുത്തുചാടി ഒന്നും ചെയ്യേണ്ടെന്നാ എന്റെ അഭിപ്രായം. വിക്രം, കാര്യം വാസവനും ശ്രീനേട്ടനും 2 പാർട്ടിയായിരിക്കാം, എന്നാ ഭരണത്തിൽ ഇവർ കൂട്ടുകക്ഷിക്കാരല്ലേ? ഇന്നലെ പാർട്ടി സെക്രട്ടറി ശ്രീനേട്ടനെ വിളിച്ച് പറഞ്ഞത് എന്താന്ന് ചോദിക്കേ. അത് കേൾക്കുമ്പോ വിക്രം ഞെട്ടും. എന്താ സാറേ? അപ്പോ ശ്രീനി സാർ അത് പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ, ആദ്യമൊന്നും മടിക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ മട്ടിൽ നടക്കും, നീ വിട്ടേക്ക്. സുധ പറയും, വാസവനും നീയുമായിട്ടുള്ള കാര്യത്തിൽ ശ്രീനിയേട്ടനും അനങ്ങി പോരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. ശ്രീനി പറയും, നീ അതൊന്നും കാര്യാക്കണ്ട, പാർട്ടിക്ക് എലക്ഷനും വിജയവും മാത്രമാണ് പ്രാധാന്യം. നിനക്കൊരു പ്രശ്നം വരുമ്പോ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അവനെ നമുക്ക് ഒരുമിച്ച് നേരിടാം. സുധ, ശ്രീനേട്ടാ എന്ന് വിളിക്കുമ്പോ ശ്രീനി സാർ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വിക്രം ഇങ്ങനെ അവരെ നോക്കും. എന്നിട്ട് പറയും, വേണ്ട സാർ, ഈ വിഷയം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. ശ്രീനി സാർ ചോദിക്കും, നീ എന്താ ഈ പറയുന്ന വിക്രം? അവൻ സിറ്റിംഗ് MLA ആണ്. വിക്രം പറയും, ശ്രീനി സാറ് പറഞ്ഞതുപോലെ അവൻ എത്ര വലിയ ആളാണെങ്കിലും എനിക്ക് എന്താ സാറേ, അവന്റെ വീട്ടിലുള്ളതും നമ്മുടെ വീട്ടിലുള്ളതുപോലെ മനുഷ്യന്മാരല്ലേ? ശ്രീനി സാർ ചോദിക്കും, എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? എന്തായാലും ഞാൻ കൂടെയുണ്ട്. വിക്രം പറയും, വേണ്ട സാർ, പാർട്ടി സെക്രട്ടറി ഒക്കെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി സാർ ഒന്നിനും കൂടെ നിൽക്കാത്ത ബുദ്ധി വരാനിരിക്കുന്ന ഇലക്ഷനെ അത് ബാധിക്കാൻ പാടില്ല. സുധ പറയും, അതാ ഞാനും പറയുന്നത്, ഈ അസംബ്ലി സീറ്റ് ശ്രീനേട്ടനെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ശ്രീനി സാർ പറയും, അത് പോണെങ്കിൽ പോട്ടെ, അതിനേക്കാൾ പ്രധാന എനിക്ക് ഇവന്റെ കാര്യം. ഇത്രയും കാലം ഒരു നിഴല് പോലെ കൂടെ നിന്നിട്ട് ഇവന്റെ ഒരു പ്രശ്നം വരുമ്പോ ഞാൻ സീറ്റിന്റെ കാര്യം പറഞ്ഞിരിക്കണോ എന്ന് പറഞ്ഞ് സുധയോട് ദേഷ്യപ്പെടണേ. വിക്രം പറയും, ഒന്നും മിണ്ടാതിരിക്കുക, ഇപ്പൊ ചേച്ചി പറഞ്ഞത് തന്നെയാ പ്രധാനം. അധികാരത്തിലുള്ള ശ്രീനി സാറിനെ ഇപ്പോ ചെയ്യുന്നതിനേക്കാളും പലതും ചെയ്യാൻ കഴിയും. ശ്രീനി സാർ MLA ആയാൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന വിശ്വാസമുണ്ട്. അങ്ങനെ കുറെ പേര് കാത്തിരിക്കുന്നുണ്ട്. വോട്ട് തരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ ജനങ്ങളുടെ വിശ്വാസം എനിക്ക് വേണ്ടി വാസവനോട് എതിരിട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. എടാ എന്ന് വിളിക്കുമ്പോഴേക്കും വിക്രം പറയും, എന്നത്തെയും പോലെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് അറിയിക്കാം. മാറി നിന്നുകൊണ്ടുള്ള ഉപദേശം മാത്രം മതി. എനിക്ക് വേണ്ടി ശ്രീനി സാറെ നേരിട്ട് കളത്തിലിറങ്ങണ്ട, ഞാൻ ഇറങ്ങാം. വരട്ടെ ചേച്ചി. അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും. അങ്ങനെ അതും പറഞ്ഞ് വിക്രമും ഫ്രണ്ട്സും അവിടുന്ന് പോവാണ്. ശ്രീനി സാറിന് നല്ല വിഷമായിട്ടുണ്ട്. സുധ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു നിൽക്കണം അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം നേരെ പോയിരിക്കുന്നത് KCB ഓഫീസറുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അയാളടുത്ത് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ആ സുധാകരൻ മാഷിന്റെ കറക്റ്റ് അത് തന്നെ, നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കണോ അതോ ഞാൻ അകത്തേക്ക് വരണോ അതോ നിങ്ങൾ പുറത്തേക്ക് വരണോ? എന്തായാലും ഞാൻ അകത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. പുറത്തിറങ്ങി വന്നേ, തന്നെ ഞാൻ തല്ലുന്ന കാര്യം നാട്ടുകാർ കാണില്ലല്ലോ എന്നും പറഞ്ഞു വിക്രം അകത്ത് കയറി ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. അയാൾ അങ്ങ് പേടിക്കും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിക്രം പറയും, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ മുരളീധര. എന്നിട്ട് വിശേഷങ്ങൾ സംസാരിക്കുന്ന പോലെയാ വിക്രം സംസാരിക്കുന്ന കേട്ടോ. കൊള്ളാം, നല്ല നാട്. ഒരു ഓവർസിയറേക്കാളും കഥാപ്രസംഗം നടത്തുന്ന ആൾക്ക് പറ്റിയ പേരാണല്ലോ ഇത്. അപ്പൊ ഭാര്യയും കുട്ടികളൊക്കെ അവിടെയാണല്ലോ. അയാളേക്കും, തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ പറയാം എന്ന് പറഞ്ഞ അവിടെ ഒരു ദിവാങ്കോട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇരുന്നിട്ട് വിക്രം ചോദിക്കും, ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? അയാൾ പറയും, ഉണ്ട്. എവിടെ? അത് നാട്ടിലെ ഒരു സഹകരണ ബാങ്കിലാണ്. MLA വാസവന്റെ പാർട്ടി ഭരിക്കുന്ന ബാങ്കിലല്ലേ? ആ ബാങ്കിലല്ലേ 2 കോടിയുടെ അഴിമതി ആരോപണം നടന്നു? അതിൽ തന്റെ ഭാര്യ ശാരദാ മുരളീധരൻ ആദ്യ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ കോടതിയിൽ എത്തിയപ്പോഴേക്കും എങ്ങനെയാ ആ പേര് അപ്രത്യക്ഷമായത്? അയാൾ തലതാഴ്ത്തു. മനസ്സിലായി, വാസവന് വേണ്ടി പണം മാറ്റിക്കൊടുത്തതിന്റെ ഗുണം അല്ലേ മുരളീധര? അതൊക്കെ പോട്ടെ, അതൊക്കെ തന്റെ കാര്യം. ഇവിടെ പോലീസും പ്രതിപക്ഷവും ഉണ്ടല്ലോ അന്വേഷിക്കാൻ.
ഞാൻ വന്നതേ വേറൊരു കാര്യം പറയാനാണേ. ഇന്ന് രാത്രി ഞാൻ തന്റെ വീട്ടിലേക്കുള്ള കറണ്ട് കണക്ഷൻ ഓഫ് ചെയ്യും. വാട്ടർ ടാങ്കിലെ വിഷം കലക്കാന്നും വിചാരിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ അയാൾ പേടിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ വെടുപ്പായി ചെയ്യാൻ പറ്റുന്ന പിള്ളേരെ നമ്മുടെ സംസ്ഥാനത്തെ പലയിടത്തും ഉണ്ട്. എന്നാ പിന്നെ നമുക്കത് ആദ്യം ഏർപ്പാടാക്കാം. എന്നിട്ട് അവിടെ നിന്നുള്ള ആ ദുരന്ത വാർത്ത ഇങ്ങോട്ട് വരുന്നവരെ നമുക്കിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. അയാൾക്ക് ദേഷ്യം വരുതേ, വീട്ടിൽ കയറി വന്ന് പോക്കിരിത്തരം കാണിക്കരുത്, ഞാൻ പോലീസിനെ വിളിക്കും. വിക്രം ചോദിക്കും, താനോ? അതും ഞാനിവിടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴോ? എന്നാ താനതൊന്നും ചെയ്യ്, ഞാൻ കാണട്ടെ. അയാൾ ഫോൺ ഇങ്ങനെ നോക്കുക. വിളിക്കടോ. എന്താ വിളിക്കുന്നില്ലേ എന്ന് വെച്ച് വിക്രം ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയാൾ ചെറുതായി പേടിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ വിളിക്കാനുള്ളവരെ വിളിക്കാം. സ്കൂളൊക്കെ വിടാനുള്ള നേരമായി. വീട്ടിലേക്ക് വരുന്ന നിന്റെ മകൻ അടുത്തുള്ള കവലയിലിറങ്ങി ആ ഇടവഴിയിലൂടെ ഒറ്റയ്ക്കല്ലേ നടന്നു വരിക. അവനെ നമുക്കങ്ങ് പൊക്കാം എന്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യണേ. എടാ വിക്രമാണേ, ആ പഴംകുളം ജംഗ്ഷനിലെ സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് ആ ക്ഷേത്രത്തിന്റെ വടക്കുള്ള വഴിയിൽ ഒരു പയ്യൻ നടന്നു വരും. അക്ഷയ് എന്നാ പേര്. അതിനല്ലേ എന്ന് നോക്കുമ്പോ തന്നെ ഈ മുരളീധരൻ പേടിക്കും. അയ്യോ സാർ വേണ്ട, പ്ലീസ് പ്ലീസ്. ആർജി സാർ സോറി, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് കേൾക്കുമ്പോ വിക്രം ചോദിക്കും, ഒരു മിനിറ്റടാ, നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ മോനെ ഒന്നും ചെയ്യരുതെന്ന്. ഒന്നും ചെയ്യാൻ പാടില്ലല്ലേ? ആ എന്നാ പിന്നെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്തിട്ട് ഇയാളോട് സംസാരിക്കാം. എങ്കിൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറ. അയാളോരും പറയാം. വിക്രം ചോദിക്കും, എന്റെ വീട്ടിൽ എത്ര ദിവസമായി കറണ്ട് പോയിട്ട്? 3-4 ദിവസമായി. വിക്രം ചോദിക്കും, ഞങ്ങളെ ബില്ല് അടയ്ക്കാതിരുന്നിട്ടുണ്ടോ? അയാൾ പറയും, ഇല്ല ഇല്ല. അപ്പോ KCB കട്ട് ചെയ്തതല്ല. അത് പിന്നെ എന്ന് പറഞ്ഞ അയാൾ തല താഴ്ത്തും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും കുഴപ്പമൊന്നുമില്ല. അയാൾ പറയും, ഇല്ല. പിന്നെന്താ കുഴപ്പം? മുരളീധരൻ പറയും, അത് അവിടേക്കുള്ള ഫോസ്റ്റിലെ DOഫീസ് കട്ട് ചെയ്തിരിക്കുക. വിക്രം ചോദിക്കും, എന്ത്? അപ്പൊ അയാൾ പറയും, അതായത് അവിടുത്തെ ഡ്രോപ്പ് ഫോൺ ഫ്യൂസ് കട്ട് ചെയ്തിരിക്കുകയാണെന്ന്. വിക്രം ചോദിക്കും, എന്റെ അച്ഛൻ സുധാകരൻ മാഷെ പരാതിയായിട്ട് വന്നതല്ലേ? അപ്പൊ അയാൾ പറയും, ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ടതാണല്ലോ അല്ലേ? ആ അതെ എന്നൊക്കെയാണ് ഇങ്ങനെ പേടിച്ചോണ്ടാ പറയണത്. വിക്രം ചോദിക്കും, എന്നിട്ടെന്താ അത് ശരിയാവാത്തത്? റെക്കോർഡിൽ ശരിയാക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. വിക്രം ചോദിക്കും, ആര് പറഞ്ഞിട്ട്? അത് പിന്നെ വാസവൻ സ്റ്റാർ. വിക്രം പറയും, അതായത് ഒരു കുടുംബത്തെ വെളിച്ചം കാണിച്ച് പേടിപ്പിക്കാൻ അല്ലേ? പക്ഷെ അയാള് തല താഴ്ത്താ. ശരി, 3 ദിവസം എന്റെ വീട്ടിലെ വെളിച്ചം കെടുത്തിയതിന് പകരമായി തന്റെ വീട്ടിലെ വെളിച്ചം 3-4 ദിവസത്തേക്ക് കേടാതിരിക്കട്ടെ. താനും മകനും രാത്രി മുഴുവനും വെളിച്ചം കത്തിച്ച് തന്റെ മകന് കാവലിരിക്കണം. എന്താ? അയാൾ ഓൾറെഡി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അയ്യോ സോറി, ഒന്നും ചെയ്യരുത്. എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സാറിന് അനുസരിച്ച് പോയതാണ്. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. വിക്രം പറയും, ഇപ്പൊ തന്നെ? ഏറിയാൽ 1/2 മണിക്കൂർ. വിക്രം പറയും, എങ്കിൽ വേഗാവട്ടെ. അയാൾ അപ്പൊ തന്നെ ഫോൺ എടുത്ത് അയാളുടെ ഓഫീസിലെ ജോലിക്കാരെ വിളിക്കാണ്. ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ തന്നെ ആൾക്കാർ അവിടെ ആ പോസ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ വിക്രം അയാളുടെ അടുത്ത് തന്നെ ഉണ്ട്. മുരളീധരൻ സാർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഒരു നിക്കപ്പുറത്തി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുക. എന്നിട്ട് പിന്നെയും വിളിക്കും, ഹലോ എന്തായി? അപ്പോഴേക്കും അവരവിടെ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ശരി ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. വിക്രമിനോട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. വിക്രം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വേദന വിളിക്കുക. ഈ സമയം വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് നന്ദിനിയാണ് വന്നു നോക്കുന്നത്. വിക്രോ, ഇവനിപ്പോ എന്തിനാ ഇവളെ വിളിക്കുന്നത്? കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും വേദ അങ്ങോട്ട് വരും. അതിൽ നന്ദിനി, ഷോ എന്തൊരു പൊടിയാ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു ഫ്ലവർ വൈസ് എടുക്കുക. വേദ കോൾ അറ്റൻഡ് ചെയ്യും. ഹലോ, വീട്ടിൽ കറണ്ട് വന്ന് നോക്ക്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി സ്വിച്ച് ഇട്ട് നോക്കണേ, ഫാൻ കറങ്ങും. കറണ്ട് വന്നു വിക്രം. ശരി എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം പറയും, ഇനി ഞാൻ പോവാണേ. ഇനി മേല ഇമാതിരി വേഷം കിട്ടുമായി വന്ന ഭീഷണിയായിട്ട് വരില്ല ഞാൻ ചെയ്യാ, മനസ്സിലായല്ലോ? അയാളുടെ തല താഴ്ത്തി നിൽക്കണേ. അങ്ങനെ വിക്രം അതും പറഞ്ഞ് അവിടെ നിന്ന് പോവാണേ. അയാൾ നന്നായി പേടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവരുടെ വീട്ടിലേക്ക് ശ്രീജേടത്തി ഇവരുടെ അടുത്തേക്ക് വരണേ. നോക്ക് ശ്രീജേടത്തി, വിക്രം കറണ്ട് ശരിയാക്കി. നന്ദിനി പറയും, കറണ്ട് ശരിയാക്കിയത് KCB-കാരായിരിക്കും. വേദ പറയും, ശരിയായോ എന്ന് വിളിച്ചു ചോദിച്ചത് വിക്രമല്ല. അപ്പോ വിക്രം ഇടപെട്ടിട്ടായിരിക്കുമല്ലോ. നന്ദിനി പറയും, അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മില് ഉടക്കിലല്ലായിരുന്നോ? നിന്നെ ഇറക്കി വിടാൻ നോക്കിയതല്ലേ അവൻ, പിന്നെ അവനെന്തിനാ നിന്നെ വിളിക്കുന്നത്? വേദ പറയും, അതായത് നന്ദിനിയെടുത്തി, ഈ വിഘടനവാദികളും പ്രകടനവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും ഞങ്ങൾക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമാണെന്ന് കരുതിക്കോളാം. നന്ദിനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തോന്ന്? ശ്രീജയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. വേദ പറയും, അത് തന്നെ എന്ന് പറഞ്ഞ അവിടുന്ന് പോകുമ്പോ നന്ദിനി അന്തം വിട്ട് നിൽക്കുക. ശ്രീജ അത് കണ്ട് ചിരിച്ചോണ്ട് പോകുമ്പോ നന്ദിനി എന്നാലും എന്തോ അവള് പറഞ്ഞിട്ട് പോയേ എന്ന് വിചാരിച്ച് നിൽക്കാൻ നന്ദിനി അവിടെ. ശേഷം വേദ പുറത്തേക്ക് ചെന്ന് ഫോൺ അവിടെ തിണ്ടിൽ വെച്ചിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ ശ്രീജ അടുത്ത് വന്നിട്ട് പറയും, വേദ പറഞ്ഞൊന്നും നന്ദിനിക്ക് മനസ്സിലായി കാണില്ല, ഞാനത് തമാശയായിട്ട് പറഞ്ഞതല്ലേ ശ്രീജ. അല്ല, കറണ്ട് ശരിയാക്കിയതുപോലെ വിക്രം വീടിന്റെ കാര്യം ശരിയാക്കോ വേദ? എന്റെ മനസ്സങ്ങനെ പറയുന്നോ? വേദ പറയും, വിക്രം പോകുന്ന വഴി എന്തായാലും നിയമത്തിന്റെ വഴി ആയിരിക്കില്ല ശ്രീജ. നന്ദിനി അടുത്ത് നിൽക്കുമ്പോ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പേടിച്ചും ഭീഷണിപ്പെടുത്തിയും ആവശ്യം നടത്തുന്ന കാര്യം മാത്രമേ വിക്രമിന് അറിയൂ. ആ വാസവന്റെ വാക്ക് കേട്ട് ഇവിടേക്കുള്ള കറണ്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് വിക്രം കണ്ടെത്തി കാണും.
അയാളെ കണ്ടെത്തി വിക്രം അവിടെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥന് നേരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് അടുത്ത കേസ് വരാതിരുന്ന ഭാഗ്യം. ശ്രീജയുടെ മുഖത്ത് ആകെ സങ്കടം വരികയാണേ. അപ്പൊ ജപ്തി നടക്കുന്നാണോ എന്ന് വേദ പറയുന്നേ? ഞാൻ ആലോചിച്ചിട്ട് വേറൊരു മാർഗമില്ല ശ്രീജടുത്ത്. ശ്രീജ പറയും, ഇവിടെ വന്ന് കയറിയത് ഇത് ഭർത്താവിന്റെ വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, സ്വന്തം വീടായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇവിടുന്ന് ഇറങ്ങി പോണെന്നൊക്കെ പറഞ്ഞ അത് സഹിക്കുന്നില്ല വേദ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരു വക്കീലിനെ പോയി കണ്ടില്ലേ, അയാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വേദ പറയും, ആ ആവശ്യത്തിനായി അയാളെ ഫോണ് വിളിച്ചിട്ട് അയാൾ എടുത്തത് പോലുമില്ല. എന്നിട്ടാണോ ഇപ്പോ ശ്രീജയ്ക്കും ഈ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാൻ അച്ഛന് കഴിയുന്ന വേദയ്ക്ക് തോന്നുന്നുണ്ടോ? ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. എന്തെങ്കിലും ചെയ്തു കളയുന്ന എന്റെ പേടി. അത്രയ്ക്ക് ആത്മബന്ധമുള്ള വീടാ അച്ഛന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അതുറപ്പാ. അപ്പോഴേക്കും കുക്കറിന്റെ വിസിലിന്റെ ശബ്ദം കേൾക്കണേ. പരിപ്പ് എന്തോന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ അവിടുന്ന് പോകും. വേദ തുണിയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഫോൺ എടുത്ത് ദർശനെ വിളിക്കണേ. ഞാനാണ് ദർശൻ. ആ മനസ്സിലായി, സുഖായിരിക്കുന്ന വേദ. സത്യം പറഞ്ഞാ വേദയൊന്ന് വിളിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. വാസവനെതിരെ കേസ് കൊടുക്കണം പട്ടാപ്പകൽ. ഇത്രയും നീചമായിട്ട് നിന്നോട് കാണിച്ചിട്ടു നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്? ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ. വേദ പറയും, വാസവനോടുള്ള പ്രതികാരം തീർക്കാനല്ല ദർശൻ ഞാനിപ്പോ വിളിച്ചത്. ദർശൻ ചോദിക്കും, വേദ നിന്റെ ആ പഴയ ശൗര്യമൊക്കെ എവിടെ പോയി? പണ്ടൊരാൾ നിന്നോട് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അയാളിന്ന് അഴിക്കുള്ളി കിടന്നേനെ. വേദ പറയും, അയാളിപ്പോ എന്നോട് ചെയ്തതിൽ പരാതി ഇല്ലാഞ്ഞിട്ടല്ല ദർശൻ, അയാൾക്ക് വിക്രത്തോടുള്ള പകയാണത് ചെയ്യിച്ചത്. ഇപ്പോ അതിനേക്കാളും വലിയ വിഷയത്തിൽ അയാള് തന്നെ എല്ലാവരെയും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുക. എന്താണ്? വേദ പറയും, 3-4 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങേണ്ടി വരും ദർശൻ. മനസ്സിലായില്ല? അങ്ങനെ വേദ എന്തൊക്കെയാ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ദർശനടുത്ത് പറയണേ. ഇതെല്ലാം കേൾക്കുന്ന ദർശനം ഒന്ന് ഞെട്ടും. അയാളുടെ പാർട്ടിയുടെ ഭരണാണല്ലോ, ഇങ്ങനൊന്നും നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ജപ്തി വെച്ച സ്ഥിതിക്ക് ഇനി ഇത് ലേലത്തിലെ പിടിച്ചെടുക്കാൻ പറ്റൂ അല്ലേ? വേദറിയും, അതിലൊരു പ്രശ്നമുണ്ട്. വീടിനോട് ചേർന്ന് നിൽക്കുന്ന പറമ്പിന്റെ ആധാരത്തിൽ അധിക സർവേ നമ്പറിലെ ഭൂമി, ആ ഭൂമി PTRലെ കൃഷിഭൂമിയാണത്രേ. അത് ഇന്നേ വരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് വീടിടിച്ച് നിരത്തുന്ന അയാളുടെ ഭീഷണി. ദർശൻ പറയും, അയ്യോ, ഏതെങ്കിലും തരത്തില് ആ ജപ്തി നടത്താതെ എന്നെ സഹായിക്കാൻ ദർശനെ കൊണ്ട് കഴിയോ? ദർശൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കണേ. ദർശൻ, ആ കേൾക്കുന്നുണ്ട്. ഈ വിധിക്കെതിരെ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ എടുക്കാൻ നമുക്ക് പറ്റും തോന്നുന്നില്ല വേദയ്ക്ക് നിയമം അറിയാലോ. സഹകരണ നിയമം അനുസരിച്ച് ജപ്തി നടപടി എടുക്കാൻ അവർക്ക് കോടതിയുടെ അനുവാദം വേണ്ട. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? ദർശൻ പറയും, ഈ രാഷ്ട്രീയക്കാരെ അറിയാലോ, നമ്മൾ ഏത് വഴിക്ക് പോയാലും അവരത് മുടക്കും. അപ്പോ ദർശൻ പറയുന്നത് ജപ്തി നടക്കുന്നാണോ? അതല്ല, പക്ഷേ വേദ ഒരു വഴി. പക്ഷെ അത് എന്ന് പറഞ്ഞ് മടിക്കുമ്പോ വേദ പറയും, പറയ് ദർശൻ. ഒന്നൊരു പ്രതീക്ഷയോട് ചോദിക്കുമ്പോ ദർശൻ പറയും, ശങ്കരൻ അങ്കിൾ. അച്ഛനോ? ദർശൻ പറയും, അതെ, സുധാകര മാഷയുടെ അച്ഛനെ വന്ന് കാണാൻ പറ. ഹൈക്കോർട്ടിൽ നിന്നും ഒരു സ്റ്റേ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അതാ. വേദയ്ക്കും അച്ഛനത് ചെയ്യോ ദർശൻ? വാസവന്റെ മകന്റെ കേസിലെ വിക്രമിന് ജാമ്യം കൊടുത്തത് അതിലെ നീതിയുടെ ഒരു അംശം കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടല്ലേ? നോക്കു വേദ, അയാളെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ പക പോക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ അങ്കിൾ ഇടപെടുന്ന എനിക്ക് തോന്നുന്നത്. വേദയ്ക്കും ദർശനൊന്ന് സംസാരിക്കാൻ കഴിയോ? അപ്പൊ തന്നെ ദർശൻ ചോദിക്കും, അയ്യോ ഞാൻ പ്ലീസ് ദർശൻ, ഞാൻ ചെന്നാ ചിലപ്പോ കാണാൻ പോലും അച്ഛൻ കൂട്ടാക്കിന്ന് വരും, അതുകൊണ്ടാ ദർശൻ പ്ലീസ്. അപ്പൊ ദർശൻ പറയും, ശരി എന്ന് പറഞ്ഞ ആ കോൾ അവിടെ കട്ട് ചെയ്യണേ. അങ്ങനെ വേദ അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ വീണ്ടും ആലോചിച്ച് ഇപ്പോഴും അത്രയ്ക്ക് വിശ്വാസമൊന്നും ഇല്ലാണ്ടേ എന്നാൽ ചെറിയൊരു പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഭാഗം അവിടെ കഴിയുന്നത്. അതിനുശേഷമുള്ള ഭാഗത്തില് വിക്രം വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ മാഷ് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ആ ഭാഗത്തിന്റെ പ്രമുഖയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. താങ്ക്